വൈദ്യശാസ്ത്ര മേഖലയിലെ ഉദ്യോഗാർത്ഥികളുടെ പൊതുവിജ്ഞാനം അളക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് PSC ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് പൊതുവിജ്ഞാനവും ഉൾപ്പെടുത്തിയത്. പൊതുവിജ്ഞാനത്തിന്റെ സിലബസ് കേരള നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും. ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇതിൽ 20 മാർക്കിന് പൊതുവിജ്ഞാനവും. എന്നാൽ ഇതൊന്നുമായി പുലബന്ധം പോലുമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉണ്ടാക്കുന്ന സ്ഥലവും വെളുത്തുള്ളി ഉണ്ടാക്കുന്ന ജില്ലയും പോലുള്ള 20 ചോദ്യങ്ങളായിരുന്നു പൊതുവിജ്ഞാനത്തിൽ. വൈദ്യ ഹോമിയോ വിഷയങ്ങളിലെ ചോദ്യങ്ങളാകട്ടെ വിക്കിപീഡിയയിലെ കൗതുക വാർത്തകളിൽ നിന്നും. പ്രൊവിഷണൽ ഉത്തരസൂചികയ്ക്കെതിരെ നിരവധി പരാതികൾ PSCയിലേക്ക് പോയിരുന്നു. ഇതേ തുടർന്ന് പൊതുവിജ്ഞാനത്തിലെ 9 ചോദ്യങ്ങൾ നിലനിർത്തി 11 റദ്ദു ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉണ്ടാക്കുന്ന ജില്ല നവോത്ഥാന പ്രസ്ഥാനവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ അറ്റോർണി ജനറലിനും പഞ്ചായത്ത് ദിനത്തിനും ദേശീയ പ്രസ്ഥാനവുമായി എന്ത് ബന്ധമാണുള്ളതെന്നും. തെറ്റായ ചോദ്യങ്ങളോ ഒന്നിലധികം ഉത്തരമുള്ള ചോദ്യങ്ങളോ ഒഴിവാക്കുന്നത് ന്യായം. എന്നാൽ ശരിയായ ഉത്തരമുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ തെരഞ്ഞുപിടിച്ചൊഴിവാക്കിയത് ആരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് ചോദ്യമുയരുന്നു. പൊതുവിജ്ഞാന സിലബസിൽ ഉൾപ്പെട്ട പല ചോദ്യങ്ങളും ഒഴിവാക്കി അപ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ മാനദണ്ഡമെന്തെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. ശ്രീകല പ്രഭാകർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.